ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇതിപ്പോൾ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഇസ ബേബിക്ക് ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് ഗേളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരാറായി. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അവൾ ടി വി ഒക്കെ കണ്ട് അവൾ കഴിക്കട്ടെ. നമുക്ക് ഭക്ഷണം എടുക്കാം, കഴിക്കാം. എനിക്ക് നല്ല ജലദോഷം, ചുമയും തുമ്മലും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ചോറൊക്കെ എടുക്കാം. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് 1500 സബ്സ്ക്രൈബറായി. എൻ്റെ 1500 സബ്സ്ക്രൈബർക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനിയും എൻ്റെ വീഡിയോസ് കാണുന്നവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ലോങ് വീഡിയോ നിങ്ങൾ ആരും കാണുന്നില്ല. നിങ്ങളെല്ലാവരും കണ്ട് എല്ലാം ഒന്ന് വിജയിപ്പിച്ച് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഞാൻ ചോറൊക്കെ എടുത്തു. നെത്തോലി തേങ്ങ അരച്ച് വെച്ച കറിയായിരുന്നു. പിന്നെ ഒരു ഒഴിച്ച കറി ഉണ്ടായിരുന്നു. തോരന് മീൻ പൊരിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പാത്രത്തിൽ ഇങ്ങനെ ചോറിങ്ങനെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അത് നമ്മൾ ഫോണിൻ്റെ അടുത്ത്, ക്യാമറേൻ്റെ അടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഒരുപാടുള്ളത് പോലെ തോന്നുന്നതാണ് കേട്ടോ. എങ്കിലും ഞാൻ കഴിക്കാത്ത ഒരാളല്ല, അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ ഇന്ന് വൈകിട്ട് ഒരു പരിപാടി ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട്, ഞങ്ങളെ വീട് ഒരു 27 വീടുകൾ ഈ കോമ്പൗണ്ടിലുണ്ടെന്ന്. അപ്പോൾ ആ വീടുകളെല്ലാവരും നമ്മൾ ചില സൺഡേകളിൽ ചില എല്ലാ സൺഡേകളല്ല, ചില സൺഡേകളെല്ലാവരും ഞങ്ങളെല്ലാവരും ഒത്തുകൂടും. എന്നിട്ട് ചെറിയൊരു ഫുഡൊക്കെ വെക്കും. ചിലപ്പോൾ കപ്പ, മീൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച്. എനിക്കിങ്ങനെ മൂക്കടഞ്ഞിട്ട് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കും. ഒരുമിച്ച് ഞങ്ങൾ പാചകം ചെയ്യും. എന്നിട്ട് നമ്മളെല്ലാവരും ഇരുന്ന് കഴിക്കും. അങ്ങനെ ഒരു പരിപാടി ഇന്ന് വൈകുന്നേരം ഉണ്ട്. അപ്പോൾ ചോറൊക്കെ കഴിച്ച് ഞാൻ റെഡി ആയിരിക്കുകയാണ്. അവിടെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഫിഷും കപ്പയുമാണ്. ഫിഷ് പിന്നെ പാര ഉണ്ട്, അയില, അങ്ങനെ എല്ലാ മീനുകളുണ്ട്. അതൊക്കെ പാചകം ചെയ്ത് കഴിക്കണം. അതാ എല്ലാവരും വന്നു. നമ്മളൊരു 4 മണിയായപ്പോൾ ഇറങ്ങി എല്ലാവരും വന്നു. ഇതാ നമ്മൾ പരിപാടിയിലാണ്. ആണുങ്ങളെല്ലാവരും നമ്മളെ സഹായിക്കും കേട്ടോ. ആണ് പെണ്ണെന്നുള്ള വേർതിരിവൊന്നുമില്ല. നമ്മളെല്ലാവരും ഒത്തൊരുമയിലാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാ അയൽവാസികളും. നമ്മളൊരു കുടുംബം പോലെയാണ് കഴിയുന്നത്. അപ്പോൾ കപ്പ വേവിച്ചു. ഇതാണുങ്ങളാണ് കേട്ടോ വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരെന്നെ തൊലിയൊക്കെ കളഞ്ഞു, അവരെന്നെ വേവിച്ചു വെച്ചു. പിന്നെ നമ്മൾ മീൻ മുറിക്കുന്ന സമയം കൊണ്ട് ഒരുപാട് മീനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി വരുന്നതിന് സമയം കൊണ്ട് അവർ കപ്പ തൊലി കളഞ്ഞു വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കറീൻ്റെ പരിപാടിയിലേക്കാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്നൊരു പാചകമാണ്. നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയി. സോറി കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും, ഇത് നമ്മളവിടുത്തെ ഇച്ചാനാണ്, അത് അരിയേട്ടനാണ്. അങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ. അതിനെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ആ സമയങ്ങളെല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കും. അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ അല്ലേ. അപ്പം നമ്മളെ ഇവിടെയുള്ള എല്ലാവരും നല്ല, എന്താ പറയുക, നല്ലൊരു കുടുംബം പോലെയാണ് ജീവിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ല രസമായിരുന്നു കേട്ടോ. തേങ്ങ അരയ്ക്കാൻ ഒരാൾ, ഉള്ളി അരിയാൻ ഒരാൾ, തക്കാളി അരിയാൻ ഒരാൾ, അങ്ങനെ ആയിരുന്നു. അതിലുള്ള കുറേ തമാശകളും വളിപ്പുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷമായി.
ആ സമയത്ത് നമ്മൾ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഓർക്കില്ല. അപ്പം നമ്മളെല്ലാം ഒരു തരം ഹാപ്പി മൂഡിലായിരിക്കും. അപ്പോൾ അവർ മേലെ ഇരുന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കൊണ്ടുതരാണ് പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുതരും. അപ്പോൾ നമ്മളെ മീൻ കറി അടുപ്പത്ത് കയറി. ഇത് നമ്മുടെ ബിജുവേട്ടനാണ്. അപ്പോൾ കക്ഷിക്ക് എല്ലാത്തിലൊന്നും പരിധി കളിക്കുന്നൊരു സ്വഭാവമാണ്, കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ്. അപ്പോൾ ഫിഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേസിയമ്മ. അതാണ് നമ്മുടെ താരം, കറി വെക്കുന്ന ആൾ. നല്ല ടേസ്റ്റായിരുന്നു കറിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നേരത്തെ കണ്ടില്ലേ മുതലിൻ്റെ മുകളിലുള്ള തങ്കു അമ്മ, അവർ ചമ്മന്തി അരിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആൻറ്റി നമുക്ക് പിന്നെ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു ഇന്നലത്തെ ഈവനിങ്. ഞാൻ ഇന്നാണിത് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഹായ് ഹായ്, എന്താ അവിടുത്തെ വിശേഷം? കപ്പ തിന്നുന്ന മീൻ കറി വെച്ച് ബിജു പറഞ്ഞ ആദ്യം പുളി നോക്കിക്കൊണ്ട് പോയി. ഇനി ബാക്കി തിന്നാനായിട്ട് വരും. ഇപ്പൊ ഇവിടെ എന്താ മസിൽ പിടിച്ചിരിക്കുന്നേ? ഇച്ചിരി മസിലുണ്ടായിട്ട് ഇവിടെ എന്താ പറയാണ്ട്? ഒന്നും പറയാനില്ല. പായസം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ ഇതിൽ കഴിഞ്ഞ പരിപാടി കണ്ടില്ല ഗായ്സ്, നിങ്ങളെല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനിരിക്കുകയാണ്. എന്തൊരു ഹാപ്പിയാണല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണണം. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. താങ്ക് യു. അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്.